to all. First, let me introduce myself. I am Dhanasya from 4th standard. Today, we 4th standard students are conducting a morning assembly. You don't have to be great to start, but you have to start to be great. So, I am gladly starting our morning assembly with prayer. So, I would like to invite Nasha and Zana for prayer. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധി വിധിബലയും ദിവസത്തിൻ ഏകാധിപനെ നേതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ തെന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗദുഷ്ടത്തിൻ വഴിയിലുമല്ല ആലംദയാലുവായി ദാക്ഷിണ്യശാലിയ വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thank you, Nasha and Zana. May God bless this assembly by your meaningful prayer. Next, I would like to invite Zain for pledge. Pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Thank you, Zain, for your nice presentation. A positive thought can make us more healthier attention. So next time, I am welcoming Rehan for thought. Good morning all. നിങ്ങൾക്ക് 100 പേരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കണം. ഒരു വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിക്കുക. ഈ മഹത് വചനം പറഞ്ഞത് മദർ തെരേസയാണ്. Thank you. Thank you, Rehan, for your beautiful thought. It gives us more knowledge. A message is a good passage. Next time, I would like to invite Ifa for message. ഇന്ന് മാതൃഭാഷാ ദിനം. മാതൃഭാഷയായ മലയാളത്തിന് ജീവൽ പ്രധാനമുണ്ട്. ചിന്തയുടെ മാധ്യമമാണ് ഭാഷ. വിദ്യാഭ്യാസത്തിന്റെ മാധ്യമവും ഭാഷ തന്നെ. ഇന്ന് പലരും എനിക്ക് മലയാളം അറിയില്ല എന്ന് ഗമയോടെ പറയുന്നു. എന്നാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മലയാളം അറിയാത്ത മലയാളക്കരക്ക് തന്നെ അപമാനമാണ്. അടുത്ത തലമുറക്ക് മലയാളം ഒരു കേൾവി മാത്രമാവും. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. എന്നാൽ അടുത്ത തലമുറയോ? നമ്മൾ ചിന്തിക്കണം. മലയാളം പഠിക്കുക എന്നാൽ ഒരു ഭാഷ പഠിക്കുക എന്നു മാത്രമല്ല അർത്ഥം. അതിനുപരി നമ്മുടെ മാതൃസംസ്കാരത്തിന്റെ സത്ത ആസ്വദിക്കുക കൂടിയാണ്. ഏതു പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് മലയാള ഭാഷ മുന്നേറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം. Thank you, Ifa. It was a good message. Next, I would like to invite Manal for speech. Good morning, respected principal ma'am, teachers and all my dear friends. Today I would like to speak on the topic mother tongue. Mother tongue is the language that a person learns from his infancy. It is the first language that a person learns so that he could socially engage with his parents and other relatives. Mother tongue is very crucial for framing one's thinking and emotion. It is the true vehicle of wit. Nowadays, mother tongue is losing its importance against other languages.
I conclude my words. Thank you and have a nice day. Thank you, Manal. It was a wonderful speech. Newspaper is a greater treasure. It gives us more knowledge around the world. Next, I would like to invite Hani for news reading. സുപ്രഭാതം. പ്രധാന വാർത്തകൾ. സമരം തുടരും. PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തി. കത്തിക്കയറി 100 കടന്നു. രാജസ്ഥാനിൽ പെട്രോൾ വില 100 കടന്നു. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ 91 രൂപയായി. 3 രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നിർബന്ധ ക്വാറന്റീൻ. കൊറോണ വൈറസ് വകഭേദങ്ങൾ കണ്ടെത്തിയ UK, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന വിമാനയാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം വീട്ടിൽ നിർബന്ധിത ക്വാറന്റീനിൽ കഴിയണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ചൂട് കൂടുന്നു. വെയിലത്തെ ജോലി സമയം പുനഃക്രമീകരിച്ചു. ഏപ്രിൽ 30 വരെ എല്ലാ തൊഴിലാളികൾക്കും ഉച്ചക്ക് 12 മുതൽ 3 വരെ വിശ്രമവേള. ഭരണമൊഴിയുമ്പോൾ തസ്തിക സൃഷ്ടിക്കൽ. പുതിയ തസ്തികകളുടെ ഭാരം അടുത്ത സർക്കാർ ചുമന്നോളും എന്ന് കരുതി ഭരണമൊഴിയുമ്പോൾ കൂട്ടത്തോടെയുള്ള തസ്തിക സൃഷ്ടിക്കലിൽ കഴിഞ്ഞ സർക്കാരിനെ അനുകരിച്ച് ഈ സർക്കാരും. നന്ദി. Thank you, Hani. We got a better information from your reading. Next, I am inviting respectively our dearest class teacher Bindu Miss. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുനീറാണ്, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മളിന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും മനസ്സിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഇന്ന് സ്വന്തം സംസ്കാരത്തെ മാറ്റി നിർത്തി അന്യ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് എങ്ങും കാണാൻ കഴിയും. ശരിക്കും നമ്മൾ നമ്മുടെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടത് മാതൃഭാഷാ പഠനം ആണ്. മാതൃഭാഷാ പഠനത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മാതൃഭാഷ ഒരാളുടെ സ്വപ്നം കാണുന്ന, ചിന്തിക്കുന്ന, ആശയരൂപവൽക്കരിക്കുന്ന ഭാഷയാണ്. ഈ ഭാഷ നന്നായാൽ മാത്രമേ മറ്റേതും നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുള്ളൂ. പക്ഷേ നാം അത് മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും മാതൃഭാഷയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷാടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ്, അന്ന് തന്നെ നമ്മുടെ മലയാള ഭാഷ അംഗീകരിക്കപ്പെട്ടു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ 22 അംഗീകൃത ഭാഷകളാണ്. അതിലൊന്ന് നമ്മുടെ മലയാളമാണെന്നത് നമുക്ക് അഭിമാനപൂർവ്വം ഓർമ്മിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഭാഷയുടെ സ്ഥാനം ലോകത്തിൻ്റെ നെറുകയിലാണ്. 2013 മെയ് 13 നമ്മുടെ ഭാഷയെ യുനെസ്കോ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു. ഇത്രയും ബഹുമതികളും സ്ഥാനമാനങ്ങളും എല്ലാമുള്ള ഭാഷയെ മലയാളികളായ നമ്മൾ തഴയുകയാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഭരണതലത്തിൽ പോലും ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ ഭരണഭാഷ മലയാളമായി അംഗീകരിക്കപ്പെട്ടു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്കൂൾ തലങ്ങളിൽ മാതൃഭാഷ പഠനം നിർബന്ധമാക്കിയതെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കാതെ നമ്മൾ നെഞ്ചോട് ചേർക്കുകയാണ് വേണ്ടത്. വരും തലമുറയിലെ കുട്ടികൾ ഞാൻ മലയാളിയാണ്, എൻ്റെ ഭാഷ മലയാളമാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. A lot of thanks, Miss. It was a precious presentation. Next, I would like to invite Ashfaq for reciting Malayalam poem. നമസ്കാരം. ONV കുറുപ്പിന്റെ എന്റെ മലയാളം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. എത്ര സുന്ദരം എന്റെ മലയാളം,
മുത്തുപവിയങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരം എന്റെ മലയാളം. മുത്തുപവിയങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി. മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിധിച്ചവർക്കൻ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി. നെഞ്ചടച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. എത്ര സുന്ദരം എന്റെ മലയാളം. മുത്തുപവിയങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരം എന്റെ മലയാളം. മുത്തുപവിയങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. Thank you, Ashfaq. It was heart-touching. It is time to wind up our assembly by national anthem. I invite Famia for national anthem. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे, तव शुभ आशीष मागे. गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. It's time to go apart our assembly. Attention! Stand at ease. Attention! Jai Hind.